everyone, welcome back to Click. എല്ലാവരും കേരള PSCയുടെ കാറ്റഗറി നമ്പർ 613/2025 അതായത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി കൺഫർമേഷൻ കൊടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ മറക്കാതെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ക്ലിക്ക് നേരത്തെ തന്നെ സിലബസ് വൈസ് ഹാൻഡ് ബുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സുകൾ കാണുന്ന അത് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ നോട്ടുകൾ നേരത്തെ തന്നെ വാങ്ങിച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. നമ്മുടെ ഈ ഫ്രീ കോച്ചിങ് ക്ലാസ്സിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ സിലബസിലെ പാർട്ട് 1A എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണല്ലോ. അതിലെ സെക്ഷൻ A ആദ്യത്തെ ക്ലാസ്സിലും സെക്ഷൻ B രണ്ടാമത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ Bയില് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, ഗാൽവനോമീറ്റർ, ഗാൽവനോമീറ്ററിന് എങ്ങനെ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് മറക്കാതെ പോയി കാണുക, എന്നിട്ട് നോട്ട് നോക്കി വായിച്ചു പഠിക്കുക. അപ്പൊ നമുക്കിനി 67 ദിവസങ്ങൾ കൂടിയാണ് പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ C ആണ്. ബേസിക് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് എന്നുള്ള പാർട്ടിലെ സെക്ഷൻ Cയിൽ വരുന്നത് DC ആൻഡ് AC ബ്രിഡ്ജ് സർക്യൂട്ട്സ് ആണ്. മെയിൻലി ബ്രിഡ്ജ് സർക്യൂട്ടുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക, ബോത്ത് AC ആൻഡ് DC. ഓക്കെ, അതിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്യുന്നുണ്ടാവുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, ഹെയ്സ് ആൻഡ് മാക്സ്വെൽ ബ്രിഡ്ജസ്, ഷെറിംഗ് ബ്രിഡ്ജ്, വെയിൻ ബ്രിഡ്ജ്, ഇത്രയായിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കി തുടങ്ങാം. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC ബ്രിഡ്ജസ് ആണ്. DC ബ്രിഡ്ജസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റെസിസ്റ്റൻസിന്റെ മെഷർമെന്റിനാണ്. മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ DC ബ്രിഡ്ജസിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ വരുന്നത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജും രണ്ടാമത്തെ വരുന്നത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജും ആണ്. നമുക്ക് ആദ്യം വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് തന്നെ നോക്കാം. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മീഡിയം റെസിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുക. വെരി മച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഏത് ഓർഡറിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് പെർട്ടിക്കുലർ ബ്രിഡ്ജ് യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇത് DC ബ്രിഡ്ജസ് ആണ്, അതുകൊണ്ട് ഇവിടെ DC എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തതെന്ന് പറയുന്നത് ഇതൊരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ കേസിൽ നമുക്ക് 4 റെസിസ്റ്റേഴ്സ് ഒരു ഡയമണ്ട് ഷേപ്പില്, ഡയമണ്ട് കോൺഫിഗറേഷനില് 4 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. P, Q, R, S. അപ്പൊ ഇങ്ങനെ ഒരു ഡയമണ്ട് സ്ട്രക്ചറിലാണ് നമ്മുടെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന്റെ ഒരു ഡയഗണലില് നമ്മൾ ഗാൽവനോമീറ്ററും അടുത്ത ഡയഗണലില് ഓപ്പോസിറ്റ് ഡയഗണലില് നമ്മൾ സപ്ലൈയും കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഓർത്ത് വയ്ക്കുക ജസ്റ്റ് കേട്ടോ. അപ്പോ ഒരു ഡയഗണലില് നമ്മൾ എന്താണ് ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന സമയത്താണ് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഡയഗണലിലാണോ നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ഡയഗണലിലാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് അതായത് DC കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 4 റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. PQ RS എന്ന് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നു. ബാറ്ററി ഒരു ഡയഗണലിൽ ഉണ്ടായിരിക്കും, ഗാൽവനോമീറ്റർ അതർ ഡയഗണലിൽ ഉണ്ടായിരിക്കും. ബാലൻസ് കണ്ടീഷനിൽ എന്തായിരിക്കും? നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്റർ അല്ലെ. അതുപോലെ ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് റെസിസ്റ്റൻസ്, മീഡിയം ആണോ ലോ ആണോ, ഏത് ടൈപ്പ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് പെർട്ടിക്കുലർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്, AC ബ്രിഡ്ജ് ആണോ DC ബ്രിഡ്ജ് ആണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യാനുള്ളതാണ് റേഞ്ച് എന്ന് പറയുന്നത്. 1 ohm തൊട്ട് 100 kilo ohm റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുത്തെ കേസിൽ നമ്മൾ ഇക്വേഷൻ എഴുതി വരികയാണെങ്കിൽ ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് P into S is equal to Q into R എന്നുള്ള ഫോമാറ്റിലായിരിക്കും. S ആണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് എങ്കിൽ നമുക്ക് S നെ നമുക്ക് എങ്ങനെ എഴുതാം, QR ഡിവൈഡഡ് ബൈ P എന്ന് എഴുതിക്കൂടെ, അതാണ് ഇവിടെ എഴുതിക്കണേ, Q by P into R. ഓക്കെ, അപ്പൊ അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ആണ്. കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വെരി ലോ റെസിസ്റ്റൻസിന്റെ കേസിലാണ്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. മീഡിയം റെസിസ്റ്റൻസിന്റെ കേസിലാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതെങ്കിൽ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വെരി ലോ റെസിസ്റ്റൻസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. വെരി ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റേഞ്ച് കൂടെ ഓർത്ത് വെക്കുക. എന്താണ്, ബിലോ 1 ohm ആണ്, അപ് ടു ഡൗൺ അപ് ടു 0.0001 ohm വരെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ നിന്ന് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, it is an extension of Wheatstone's bridge with 2 extra inner ratio arms, small p and q എന്ന് പറയുന്ന 2 എക്സ്ട്രാ ഇന്നർ റേഷ്യോ ആംസും കൂടിയുള്ള വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പറയുന്ന കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ P and Q എന്ന് പറയുന്ന 2 extra inner ratio arms, it cancels the effect of lead and contact resistance. ഈ ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന്റെ കേസിൽ സിഗ്നിഫിക്കന്റ് ആണ്. മീഡിയം റെസിസ്റ്റൻസിന്റെ കേസിലല്ല, പക്ഷെ വെരി ലോ റെസിസ്റ്റൻസിന്റെ കേസിലാണെങ്കിൽ ഈ പറയുന്ന ലീഡ് ആൻഡ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് സിഗ്നിഫിക്കന്റ് ആയതുകൊണ്ട് അതിന്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, 2 എക്സ്ട്രാ ഇന്നർ റേഷ്യോ ആംസ് സ്മോൾ p ആൻഡ് q എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നും കൂടെ ഓർത്ത് വെക്കുക. യൂസ്ഡ് ഫോർ കണ്ടക്ടേഴ്സ്, കോണ്ടാക്ട് റെസിസ്റ്റൻസസ് ആൻഡ് ബസ് ബാർ ജോയിന്റ്സ്. ഓക്കെ, ഇക്വേഷൻ നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്, R/S is equal to P by Q എന്നുള്ള ഫോമാറ്റിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു P by Q കൂടി ഉണ്ടല്ലോ, സ്മോൾ ലെറ്റർ P by Q കൂടി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഏത് റേഞ്ചിലുള്ള വാല്യൂസ് മെഷർ ചെയ്യാനാണ്, ഏത് ടൈപ്പ് റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്, ലൈക്ക് മീഡിയം ആണോ വെരി ലോ ആണോ, എങ്ങനത്തെ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന DC ബ്രിഡ്ജസ് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് AC ബ്രിഡ്ജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. DC ബ്രിഡ്ജസിന്റെ കേസിൽ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് ആരായിരുന്നു, റെസിസ്റ്റൻസ് ആയിരുന്നു. AC ബ്രിഡ്ജസിന്റെ കേസിൽ എന്തൊക്കെ ഉണ്ടാവാം, ഇൻഡക്റ്റൻസ് ഉണ്ടാവാം, ഫ്രീക്വൻസി ഉണ്ടാവാം. നമുക്കിനി കണ്ടുവരുന്നതിനനുസരിച്ച് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സ്വെൽസ് ബ്രിഡ്ജ്. മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ് ഈ പറയുന്ന ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നേരത്തെ പോലെ തന്നെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, AC ബ്രിഡ്ജസിലെ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു വേരിയന്റ് ആണ് എന്ത്, ഈ പറയുന്ന ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് മീഡിയം Q ഇൻഡക്റ്റൻസിന്റെ കേസിലാണ്. എന്താണ് Q എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദ കോയിൽ ബീയിങ് മെഷേർഡ്. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഫാക്ടറിനെയാണ് നമ്മൾ Q കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ Q ലെസ് ദാൻ 10 വരുന്ന വാല്യൂസിനാണ് നമ്മൾ മാക്സ്വെൽ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. വെരി മച്ച് ഇമ്പോർട്ടന്റ്, ഈ റേഞ്ച് ഓർത്ത് വെക്കാം കേട്ടോ. എന്താണ് ചെയ്യുന്നത് മാക്സ്വെൽ ബ്രിഡ്ജില്, ഇറ്റ് കമ്പയർസ് ദ അൺനോൺ ഇൻഡക്റ്റൻസ് അഗെയിൻസ്റ്റ് എ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ്.
ചെറുതായി ഒന്ന് കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസും കപ്പാസിറ്ററും പാരലൽ ആയി കണക്ട് ചെയ്ത ഒരു ആം, ഇവിടെ റെസിസ്റ്റർ മാത്രം, ഇവിടെയും റെസിസ്റ്റർ മാത്രം, ഇവിടെ റെസിസ്റ്ററും ഇൻഡക്ടറും. ഈ റെസിസ്റ്റൻസും ഇൻഡക്ടൻസും ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓർ ഇറ്റ് ഈസ് അൺനോൺ. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ ക്വാളിറ്റി ഫാക്ടർ കോയിൽസ്. ഹൈ ക്യൂ കോയിൽസിന്റെ കേസിൽ, അതായത് ക്യൂ ഗ്രേറ്റർ ദാൻ 10ന്റെ കേസിൽ ഈ പറയുന്ന മാക്സ്വെൽസ് ബ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹേയ്സ് ബ്രിഡ്ജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഹൈ ക്വാളിറ്റി ഇൻഡക്ടൻസ് മെഷർ ചെയ്യാനായിരിക്കുമല്ലോ ഹേയ്സ് ബ്രിഡ്ജ് യൂസ് ചെയ്യണത്. ക്യൂ ലെസ് ദാൻ 10 ആയിരിക്കും മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ കേസിലെങ്കിൽ, ഹേയ്സ് ബ്രിഡ്ജിന്റെ കേസിൽ ക്യൂ ഗ്രേറ്റർ ദാൻ 10 വരുന്ന വാല്യൂസിന്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിലും എന്തെന്നെയാണ്, എ സി ബ്രിഡ്ജ് തന്നെയാണ് വിത്ത് എ കപ്പാസിറ്റർ ഇൻ ദ സ്റ്റാൻഡേർഡ് ആം. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എങ്ങനത്തെ കോയിൽസിലാണ്, ഹൈ ക്വാളിറ്റി ഫാക്ടർ ഉള്ള കോയിൽസിന്റെ കേസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഹേയ്സ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ബാലൻസ്ഡ് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഇവിടുത്തെ കേസിൽ എന്തായിരുന്നു, മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ കേസിൽ എന്തായിരുന്നു, ഇറ്റ് വാസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. ഇവിടുത്തെ കേസിൽ ബാലൻസ്ഡ് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ വലിയ സർക്യൂട്ടുകളും ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസ് വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ളതും ഫ്രീക്വൻസി മെഷർ ചെയ്യാനുള്ളതും വഴിയെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നതിന്റെ നോക്കാം. ഏത് തന്നെയാണ്, എ സി ബ്രിഡ്ജസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ സി ബ്രിഡ്ജസിന്റെ കേസിലാണല്ലോ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഫ്രീക്വൻസി തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നത്. ഡി സി ബ്രിഡ്ജസിന്റെ കേസിൽ ആകെ റെസിസ്റ്റൻസ് മാത്രമല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഓർത്തു വെക്കാൻ എളുപ്പമാണല്ലോ അല്ലെ. അപ്പൊ എ സി ബ്രിഡ്ജിന്റെ കേസിലെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിഡ്ജിന്റെ പേരാണ് ഷെറിംഗ് ബ്രിഡ്ജ്. ഷെറിംഗ് ബ്രിഡ്ജ് ആണ് കപ്പാസിറ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷെറിംഗ് ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് കപ്പാസിറ്റൻസ് ആൻഡ് ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഇൻഡക്ടൻസിന്റെ കേസിൽ നമ്മൾ ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഓഫ് കോയിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കേസിൽ ഡിസിപ്പേഷൻ ഫാക്ടർ ഡി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡി is equal to tan delta എന്നുള്ള ഫോർമുലയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഷെറിംഗ് ബ്രിഡ്ജ് is widely used for testing insulation of cables and high voltage capacitors. ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എ സി ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഷെറിംഗ് ബ്രിഡ്ജ് ആണ്. ഇവിടെ ക്വാളിറ്റി ഫാക്ടറിന് പകരം ഉള്ള ഫാക്ടർ ഏതാണ്, ഡിസിപ്പേഷൻ ഫാക്ടർ ആണ്. ഡി is equal to tan delta ആണ് ഇക്വേഷൻ. നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, കപ്പാസിറ്റൻസ് മെഷർമെന്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിൻസ് ബ്രിഡ്ജ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഫ്രീക്വൻസി മെഷർമെന്റിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് മെഷർമെന്റിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വെയിൻസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്രീക്വൻസി മെഷർമെന്റിനാണ്. ഓഡിയോ ഫ്രീക്വൻസി മെഷർമെന്റിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ വെയിൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ബ്രിഡ്ജസും നമ്മൾ ഇപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടോ ഇൻഡെപ്ത് ആയിട്ടോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ബ്രിഡ്ജസിന്റെയും ആവശ്യമുള്ള സമ്മറി എന്ന് പറയുന്നത് ബ്രിഡ്ജ് സമ്മറി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു PPT ആയിട്ട് ഇതാ ഇവിടെ ആഡ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. ഈ ഡീറ്റെയിൽസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ,
നമുക്ക് ഓരോ ബ്രിഡ്ജസിന്റെ കേസിൽ ഓർത്തു വെച്ചത് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി നോക്കാം. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്തിനുള്ളതായിരുന്നു? മീഡിയം റെസിസ്റ്റൻസിന്റെ കേസിലായിരുന്നു. 1 ohm to 100 kilo ohm റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. DC ടൈപ്പ് ആണ്, DC ബ്രിഡ്ജ് ആണ്. ബാലൻസ് കണ്ടീഷനിൽ PS QR വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ എഴുതിയിട്ട് അൺനോൺ റെസിസ്റ്റൻസ് S കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? QR ഡിവൈഡഡ് ബൈ P ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ആണ്. കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജിൽ എന്താണ്? ലീഡ് റെസിസ്റ്റൻസ് എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഓർക്കുന്നില്ലേ? P and Q, സ്മോൾ P and Q എന്ന് പറയുന്ന രണ്ട് ആംസ് കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് നമ്മൾ ഏതിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്? വെരി ലോ റെസിസ്റ്റൻസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് റേഞ്ചിനാണ്? ബിലോ 1 ohm റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് മെഷർമെന്റിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് മാക്സ്വെൽസ് ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും ആണ്. രണ്ടും ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. Q ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഹെയ്സ് ബ്രിഡ്ജും Q ലെസ് ദാൻ 10 ആണെങ്കിൽ നമ്മൾ ഏതാണ്? മാക്സ്വെൽസ് ബ്രിഡ്ജും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആയിരുന്നു ബാലൻസ്ഡ് കണ്ടീഷൻസിൽ. ബട്ട് ഇൻ ഹെയ്സ് ബ്രിഡ്ജ് ആണെങ്കിൽ എന്താണ്? ഫ്രീക്വൻസി ഡിപെൻഡന്റ് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷെറിങ്സ് ബ്രിഡ്ജും വെയിൻസ് ബ്രിഡ്ജും ആണ്. ഷെറിങ്സ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനും ഡൈഇലക്ട്രിക് ലോസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. AC ബ്രിഡ്ജ് ആണ്. മാക്സ്വെൽസ് ബ്രിഡ്ജും ഹെയ്സ് ബ്രിഡ്ജും അതുപോലെ തന്നെയാണ് AC ബ്രിഡ്ജസ് തന്നെയാണ്. വെയിൻസ് ബ്രിഡ്ജും AC ബ്രിഡ്ജസിൽ തന്നെയാണ് വരുന്നത്. വെയിൻസ് ബ്രിഡ്ജ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി മെഷർമെന്റിലാണെങ്കിലും കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനും നമുക്ക് വെയിൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഫ്രീക്വൻസിയുടെ ഒരു ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നമ്മള് ഷെറിങ്സ് ബ്രിഡ്ജിൽ പറഞ്ഞ ഡിസിപ്പേഷൻ ഫാക്ടറിന്റെ ഡിയുടെ ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ആണ് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നതിനുള്ള മോട്ടിവേഷൻ. അപ്പൊ നിങ്ങൾ ഞങ്ങളെയും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Signing off, your study partner. Click. Stay focused on what really matters.